സർപ്പം തുള്ളൽ തന്നെ 12 വർഷം കൂടുന്ന സമയത്ത് മകളംപാട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം കൂടി നടത്താറുണ്ട്. ഈ മകളൻപാട്ട് എന്ന് പറഞ്ഞാൽ ഈ സർപ്പാരാധനയിൽ സർപ്പങ്ങളെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദേവതാ വിഭാഗമാണ് മകള കന്യകമാര് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇന്ന് പലയിടത്തും മകള കന്യകമാര് ഈ സപ്തമാതൃക്കളോ അങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളോ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. സർപ്പങ്ങളെ എഴുന്നള്ളിക്കുന്ന സമയത്ത് അവരോടൊപ്പം അകമ്പടി സേവിക്കുന്ന 7 അർദ്ധനാഗങ്ങളായിരിക്കുന്ന കന്യകമാരാണ് മകള കന്യകമാര് എന്നാണ് അവരുടെ സങ്കല്പം. ഈ മകള കന്യകമാര് എന്ന് പറഞ്ഞാൽ ഇവരുടെ യോഗിനിമാരാണ് ശരിക്കും. അതായത് നാഗലോകത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതും ഇനി ആരൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശിക്കരുതെന്ന് വിചാരിക്കുന്നതും ഒക്കെ ഈ മകളകന്യകമാരാണെന്നുള്ള സങ്കല്പമാണ്. ഈ മകളകന്യകമാരെ സാധാരണ എല്ലാ വർഷവും സർപ്പം തുള്ളൽ നടത്തുന്ന സമയത്ത് സർപ്പക്കളം തീരുമ്പോൾ പൊങ്ങുന്നൂറിടിക്കുക എന്ന് പറയും. അതായത് നമ്മൾ ഈ ഒരലിനെ പട്ടുപിടിപ്പിച്ച് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇളങ്കരിക്ക്, അതുപോലെ ചിലയിടങ്ങളിൽ ദശപുഷ്പം, അതുപോലെ നൂറുംപാലിന് ചേരുന്ന എല്ലാ ദ്രവ്യങ്ങളും ചേർത്ത് ഒലക്ക കൊണ്ട് തുള്ളിയ പിണിയാളന്മാർ ഇടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവർ ഇടിക്കുന്ന സമയത്ത് അവരെ കലി കൊണ്ട് വീഴുക, അങ്ങനെയാണ് അവർ സർപ്പം തുള്ളൽ പൂർണ്ണാവുന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഈ മകളകന്യകമാരെ അവരുടെ ആചാരം വാർഷികമായിട്ട് ഈ ചെറിയ രീതിയിൽ പൊങ്ങുന്നൂറുടി മാത്രമായിട്ട് ചെയ്തിട്ട് 12 വർഷം കൂടുന്ന സമയത്ത് സർപ്പം തുള്ളൽ കാലം കൂടും. അന്ന് മകളംപാട്ട് നടത്തുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ശരിക്കും സർപ്പോത്സവം ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ മകളംപാട്ട് പലയിടത്തും നടത്താറില്ല. കാര്യം പ്രായോഗികമായിട്ട് പല വിഷയങ്ങളും അതിനകത്തുണ്ട് മകളംപാട്ട് നടത്തുന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് മകളൻപാട്ട് എന്ന് പറയുന്ന അനുഷ്ഠാനം ഇപ്പോൾ മിക്കവാറും ചുരുക്കി നടത്തുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ 7 വർഷം കൂടുമ്പോൾ തുള്ളൽ നടത്തുന്ന സ്ഥലത്തും അങ്ങനെയൊക്കെ മകളംപാട്ട് വളരെ ചുരുങ്ങിയ രീതിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതും വളരെ ലുബ്ധമായിട്ടുണ്ട്. ചടങ്ങുകളെല്ലാം ഒന്നും പരിപൂർണമായിട്ടുള്ള രീതിയിലൊന്നും അല്ല മകളംപാട്ട് നടത്തുന്നത്.